ഹലോ ഗൈസ്, ഞങ്ങളിന്ന് ഒരു സ്ഥലം വരെ പോവാട്ടോ. വേറെ എവിടേക്കുമല്ല, നമ്മുടെ കർമ്മ റോട്ടിലേക്കാണ്. ഇപ്പോൾ പോണതിനൊരു കാരണമുണ്ട്. മൂത്ത മോൻ പറഞ്ഞ തൃശ്ശൂർ പോയ സമയത്ത് ഇന്ന് എവിടേക്കും കൊണ്ടുപോകില്ല, ഒരു പരിപാടിക്ക് ഒന്നിനും കൊണ്ടുപോകില്ല. ഓനെ കൊണ്ടുപോകാത്തൊന്നും ഉണ്ടല്ലോ കേട്ടോ. ഞങ്ങൾ ബൈക്കിലാണ് പോണത്. അപ്പോൾ എല്ലാവർക്കും കൂടി പോവാൻ വെക്കാറ്റാ. ഇവിടെ ഒരാൾ വണ്ടിയുമ്പോൾ കയറിയൊക്കെ തുടങ്ങിയ ഉറക്കാട്ടോ. അതിന് അവിടെ എത്തണ വരെയും ആ ഉറക്കം തന്നെ ഈ കാരം. ഞാൻ എൻ്റെ കയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഉറങ്ങണ ആൾ ഉറങ്ങുമ്പോൾ കാണാൻ നല്ല രസമാണ്, ഉണർന്നിരിക്കുമ്പോഴോ ഭയങ്കര സാധനം കേട്ടോ. അങ്ങനെ ഞങ്ങൾ പാട്ടും പാടി ഇങ്ങനെ പോയോണ്ടേ ഇരുന്നു കേട്ടോ. എനിക്ക് വലിയ താല്പര്യമില്ല പോവാനൊന്നും, കാരണം നല്ല കാലുവേദന ഉണ്ടായിരുന്നിട്ടാ. തൃശ്ശൂർ പോയപ്പോൾ ഭയങ്കര ചാടിക്കളി നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ആ വീഡിയോയിൽ. അതിൻ്റെ ശേഷം നല്ല കാലുവേദനയാണ്. ഇക്കാനോട് അങ്ങോട്ട് പറയാൻ നിന്നാൽ മതി, ഇക്ക നാട്ടി വിടും. അതുകൊണ്ട് ഞാൻ ഇതുവരെയായിട്ട് ഞാൻ മുണ്ടിയിട്ടില്ല. അപ്പം ഇനി വീഡിയോ കാണുമ്പോഴേക്കാരം ആടി കള്ളത്തേ എനിക്ക് വേദന ഉണ്ടെന്ന് പറയും. അങ്ങനെ ഞങ്ങളിതാ പോയി അവസാനം കർമ്മ റോട്ടിലെത്തിട്ടോ. നല്ല അടിപൊളി വ്യൂ ചെയ്യുന്നുട്ടോ. ഞങ്ങൾ പോയ സമയത്ത് എന്താ കാണാൻ രസിച്ചിട്ടാ. പിന്നെ ഇക്ക പറഞ്ഞു നമുക്ക് ചായ കുടിക്കല്ലേ, ഈ സമയമാകുമ്പോൾ ചായയാണല്ലോ പതിവ്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ വെച്ചങ്ങാണ്ട് കുറച്ചൊന്നും അവിടെ നടന്നിട്ടാ. ആദ്യം ഞങ്ങളൊരു ഷോപ്പ് കയറി. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല, വെറുതെ പോസ്റ്റ് അടിച്ച് കുറച്ച് നേരം അവിടെ നിന്നു. അവിടെ ഉണ്ടായതൊക്കെ കഴിഞ്ഞതാട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്നില്ല. ഞാൻ പറഞ്ഞു ഇക്കാനോട് നമുക്ക് ബീച്ചിക്ക് പോവാം, അവിടെ കുറച്ച് നേരമൊക്കെ ഇരിക്കുന്ന കുട്ടികൾക്കൊക്കെ അവിടെ നിന്ന് ഓടി കളിക്കുകയൊക്കെ ചെയ്യുമല്ലോ. കർമ്മ റോട്ടിലാവുമ്പോൾ കുട്ടികൾക്കൊന്നും നടക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല കേട്ടോ, അത്രയും ജനങ്ങൾ ഇക്കാരം. പിന്നെ അവിടെ വന്ന് ഞങ്ങൾ ചായ കുടിക്കായിരുന്നു കേട്ടോ. അപ്പം തന്നെ ചെറിയ മോനിക്ക് ഐസ് തന്നെ വേണം. എവിടെ ചെന്നാലും ആ ഐസിൻ്റെ പെട്ടിക്ക് ചൂണ്ടിക്കാണിച്ചു തരും. ഞാൻ ഒരു കട്ട്ലേറ്റും അതുപോലെ ഒരു ഗ്ലാസ് കാടമുട്ട റോസ്റ്റും എടുത്തിട്ടാണ്. അങ്ങനെ 2 ഗ്ലാസ് കാടമുട്ടയും അതുപോലെ ഒരു 3 കട്ട്ലേറ്റും ആട്ടോ ഞങ്ങൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറേ നേരം സംസാരിച്ചിരുന്ന്, നല്ല കാറ്റാണല്ലോ, അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ച് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കുറച്ച് നേരം ഇക്കാറിന് നമുക്ക് അങ്ങോട്ട് ആ തലക്കൊക്കെ നടക്കാം, എന്നിട്ട് അവിടെ എവിടെയെങ്കിലും പോയിട്ട് ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് എണീറ്റ് അന്ന് ഇങ്ങനെ നടന്നു കേട്ടോ. കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഞണ്ടിനൊക്കെ പിടിച്ചിട്ടും ആക്കിയിട്ടും ഓല അങ്ങനെയും കളിച്ചിങ്ങാണ്ട് നടന്നു. ഞങ്ങൾ 2 പേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞങ്ങൾ നടക്കും ചെയ്തിട്ടോ. ഞണ്ടിന് കുഴിയുണ്ടായോ ഇതെന്നെ തിന്നണേ, ഇതെന്നെ തിന്നണേ കടല. ഒരാളിവിടെ ഞണ്ടിന് കുഴി ഉണ്ടാക്കി കൊടുക്കുക. പോയി ഇന്നലെ ഞങ്ങൾ തൃശ്ശൂർക്ക് അവാർഡ് ഫംഗ്ഷന് പോയപ്പോഴേ ഇവരെ കൊണ്ടുപോയില്ലാന്ന് പറഞ്ഞിട്ട് ഓനക്കപ്പോൾ എവിടേക്കെങ്കിലൊക്കെ പോകണം. കണ്ട് അപ്പം അങ്ങനെ ഇവിടെ ഇറങ്ങിയതാട്ടോ. ഇവിടെ ഒരാൾ കേട്ടോ കടല തിന്നുകൊണ്ട് നടക്കും. അങ്ങനെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നുങ്ങാണ്ട് ഞങ്ങൾ ഒന്നും കണ്ട് ഇറിട്ടായേക്ക് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. പിന്നെ ഇക്കാനോട് പറഞ്ഞു കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങി കൊടുക്കാമെന്ന്. ബീച്ചിൽ അങ്ങനെ ഒന്നുമില്ല. അപ്പോൾ കർമ്മ റോഡ് പോയിട്ട് അവിടുന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുത്ത് നേരെ ഞങ്ങൾ മീൻ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മീൻ വാങ്ങി, ചെമ്മീനായിരുന്നു വാങ്ങിയത്. അങ്ങനെ ആ ചെമ്മീനൊക്കെ വാങ്ങിങ്ങാണ്ട് നേരെ ഞങ്ങൾ പെരേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. അപ്പോൾ എല്ലാവരോടും